ദിനേശ് ത്രിവേദി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറാകും. നിലവിലെ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ യൂറോപ്യൻ യൂണിയൻ ഹൈക്കമ്മീഷണറായതിനെ തുടർന്നാണ് പുതിയ നിയമനം വരുന്നത്. തൃണമൂൽ വിട്ട് ദിനേശ് ത്രിവേദി BJP-യിൽ ചേർന്നത് 2021 മാർച്ചിലായിരുന്നു. വിഷ്ണു പ്രസാദ് ഉണ്ട്. വിഷ്ണു, വിവരങ്ങൾ. സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് ദിനേശ് ത്രിവേദി. പിന്നീട് അദ്ദേഹം പാർലമെന്റ് അംഗവുമായി എല്ലാം തന്നെ പ്രവർത്തിക്കവെയാണ് കഴിഞ്ഞ 2021 തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം മാർച്ച് മാസത്തിൽ BJP-യുടെ അംഗമാവുകയും ചെയ്തിരുന്നു. ഈ BJP-യിൽ പ്രവർത്തിക്കുക ഇപ്പോൾ നടത്തിയ നിയമനം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഹൈക്കമ്മീഷണറായാണ്. ഈ നീക്കം വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതായത് ഈ സമീപത്തുള്ള അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഒരു രാഷ്ട്രീയ നിയമനം നടത്തുന്നത് ഇത് വളരെ കാലത്തിന് ശേഷമാണ്. അതായത് IFS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലാതെ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഹൈക്കമ്മീഷണറായി നിയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബംഗ്ലാദേശിലേക്ക് ഇത് നിയോഗിക്കുന്നത് വഴി വലിയ സന്ദേശം ഇന്ത്യ നൽകുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴിയുള്ള ചില അസ്വാരസ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ മുൻകാലങ്ങളിലെ സർക്കാരുകളുമായി ഉണ്ടായിരുന്ന ഇന്ത്യൻ സർക്കാരുമായി ഉണ്ടായിരുന്ന നയതന്ത്ര ബന്ധത്തിലെ വിടവ് നികത്തുകൾ കൂടിയാണ് ഇപ്പോൾ ദിനേശ് ത്രിവേദിയുടെ ലക്ഷ്യമായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിലൊരു മാറ്റം വന്നിട്ടുള്ളത് പ്രധാനമായും ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പ്രണയ് വർമ്മ യൂറോപ്യൻ യൂണിയൻ ഹൈക്കമ്മീഷണറായി ബ്രസലിലേക്ക് പോകുന്നതിന് പിന്നാലെയാണ് ദിനേശ് ത്രിവേദിയെ ഇപ്പോൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായി നിയമനം എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാകുകയാണ് ദിനേശ് ത്രിവേദിയുടെ പുതിയ നിയമനം.